എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. ജൂൺ 1 മുതൽ മലയാള സിനിമാ മേഖല സ്തംഭിക്കുന്ന തരത്തിലേക്കുള്ള സമരമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നു. ഈ ജനുവരി മാസം ഇറങ്ങിയ 28 പടങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് വിജയിച്ചത് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ട മികച്ച പൊന്മാൻ എന്ന സിനിമയെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ആളുകൾ ആ ഒരു സിനിമ കാണാൻ തിയേറ്ററിലേക്ക് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഒരു നിർമ്മാതാവിനെങ്കിലും അത് ഗുണകരമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോയിലേക്ക് ഞാൻ പ്രത്യേകം പരിഗണിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, കൊല്ലംകാരായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ, കാഴ്ചപ്പാടുകൾ, ഞാൻ പറയുന്ന കാര്യവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. GR ഇന്ദുഗോപൻ എഴുതി ജ്യോതിശങ്കർ ഡയറക്റ്റ് ചെയ്ത പൊന്മാൻ സംസാരിക്കുന്നത് കൊല്ലത്തെ വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട ചില സമ്പ്രദായങ്ങളെ കുറിച്ചിട്ടാണ്. സിനിമ കൂടുതലായി വെറ്റ്ലാൻഡിലും തീരപ്രദേശങ്ങളിലുമുള്ള ക്യാരക്ടറുകളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴും സിനിമയിൽ പ്രതിപാദിക്കുന്ന വിഷയം ആ ഒരു സമ്പ്രദായങ്ങൾ കൊല്ലം മുഴുവൻ ആകമാനമുണ്ട് എന്നുള്ളത് സിനിമ കാണുന്ന കൊല്ലംകാർക്കെങ്കിലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. സിനിമ കണ്ട അന്യ ജില്ലക്കാരിൽ ചില ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെയുള്ള കമന്റുകൾ കാണാൻ സാധിച്ചു. സിനിമ ഒരു ഡാർക്ക് ഹ്യൂമർ ബേസ്ഡ് ആയിട്ടുള്ള സിനിമയാണ്. ഈ സിനിമയിൽ കൂടുതലായി പ്രതിപാദിക്കുന്നത് പൊന്നിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ പണപ്പയറ്റിനെ കുറിച്ചിട്ടും ഒക്കെയാണ്. പൊന്ന് എന്ന് പറയുന്നത് കൊല്ലത്ത് വിവാഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് എല്ലായിടത്തും അങ്ങനെയാണെന്നുണ്ടെങ്കിലും കൊല്ലത്ത് നമ്മൾ എടുത്തു പറയേണ്ട, മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊല്ലത്തെ ഒരു സാധാരണ വിവാഹത്തിൽ പെൺകുട്ടി അണിയുന്ന സ്വർണം അല്ലെങ്കിൽ പെൺ വീട്ടുകാർ ചെറുക്കൻ വീട്ടുകാർക്ക് സ്ത്രീധനം പോലെ കൊടുക്കുന്ന, ആ വീട്ടിലേക്ക് കൊടുത്തയക്കുന്ന സ്വർണം, അതിന്റെ അളവ് എന്ന് പറയുന്നത് അന്യജില്ലക്കാർ പ്രതീക്ഷിക്കുന്ന, അവർ ചിന്തിക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കും. കാരണം അത്രയധികം സ്വർണം വാങ്ങാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി വിവാഹവുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ അവരത് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ എന്ന് ഞാൻ പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, സിനിമയുമായി ബന്ധപ്പെടുത്തി തന്നെ അത് പറയാം. ഒരു സാധാരണക്കാരി ബേസിക് എഡ്യൂക്കേഷനൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ ഡിഗ്രി പാസ്സാണ് എന്ന് വിചാരിക്കുക, ജോലിക്ക് പോകാനായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ കരിയർ പ്ലാനുകളൊന്നുമില്ല, ഒരു വീട്ടിലേക്ക് വിവാഹം കഴിച്ച് പോവുകയാണ്. അപ്പോൾ ആരെയാണ് വിവാഹം കഴിക്കുന്നത്? മത്സ്യബന്ധന തൊഴിലാളിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിനാണെങ്കിൽ പ്രൈമറി എഡ്യൂക്കേഷൻ കഷ്ടിച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കുടുംബത്തിലേക്ക് ഈ പെൺകുട്ടി വിവാഹം കഴിച്ച് പോകുന്ന സമയത്ത് പെണ്ണിന്റെ വീട്ടുകാർ പ്ലാൻ ചെയ്യുന്നത് 25 പവൻ കൊടുക്കാനാണ്. 25 പവൻ. പണ്ടത്തെ 25 പവനും പവന്റെ റേറ്റും അല്ല, ഇന്നത്തെ 25 പവനും പവന്റെ റേറ്റും ആയിട്ട് തന്നെ കണക്കിലെടുത്തോളുക. ഇതാണ് കൊല്ലത്തെ ഒരു സാധാരണ വിവാഹങ്ങളുടെ നേർക്കാഴ്ച. ഇത് കേൾക്കുന്ന അന്യ ജില്ലക്കാരിൽ പല ആളുകളും അമ്പരക്കും. കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അണിയാനുള്ള സ്വർണം വാങ്ങാനായിട്ടുള്ള പണമില്ലാത്തത് കൊണ്ട് വിവാഹം പലപ്പോഴും നീട്ടി വെക്കാറുണ്ട്. അപ്പോഴാണ് കൊല്ലത്ത്, ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ, സാധാരണയിൽ താഴ്ന്ന ആളുകൾ വിവാഹവുമായി ബന്ധപ്പെട്ട് 25 പവനൊക്കെ സംഘടിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഈ പരിപാടി നടക്കുന്നത്? എങ്ങനെയാണ് അവർക്ക് 25 പവൻ ആ ഒരു സമയമാകുമ്പോഴത്തേനെ ഒപ്പിക്കാനായിട്ട് പറ്റുന്നത്? അവിടെയാണ് ഈ പണപ്പയറ്റ് വരുന്നത്. പണപ്പയറ്റിനെ കുറിച്ചിട്ട് ഒരുമാതിരിപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാമെന്ന് എനിക്ക് തോന്നുകയാണ്. പക്ഷെ ഞാൻ ഈ ഒരു കാര്യം പങ്കുവെച്ച ഇടങ്ങളിലൊക്കെ പല ആളുകളും അത്ഭുതത്തോടെയാണ് കേട്ടിരുന്നത്. പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പണപ്പയറ്റ് നടക്കാറുണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ട് വിവാഹം നടത്താൻ വേണ്ടിയുള്ള ചെലവിന് വേണ്ടിയാണ് പണപ്പയറ്റ് നടത്തുന്നത്. പണപ്പയറ്റ് എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. വിവാഹത്തിന്റെ 3-4 ദിവസങ്ങൾക്ക് മുൻപോ വിവാഹത്തിന്റെ തൊട്ട് തലേ ദിവസമോ നാട്ടിലുള്ള കുറേയധികം ആളുകളെ, നമ്മുടെ ബന്ധുക്കാരെയും അതേപോലെ തന്നെ സുഹൃത്തുക്കളെയും നാട്ടിലെ പ്രമാണിമാരെയും എല്ലാം നേരിട്ട് പോയി ക്ഷണിക്കുകയാണ് പണപ്പയറ്റിലേക്ക്. പണപ്പയറ്റ് എന്നുള്ള ഒരു ലേബലൊന്നും ഇപ്പോൾ ഇല്ല, വേറെ ഒരു സൽക്കാര പരിപാടിയായിട്ടാണ് ഇതിനെ നമ്മൾ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പരിപാടിയിലേക്ക് വരുന്ന ആളുകൾ ഒരു തുക ഈ ഒരു റിസപ്ഷന്റെ എൻട്രൻസിന്റെ ഫ്രണ്ടിലിരിക്കുന്ന ആളുകളെ ഏൽപ്പിക്കേണ്ടതുണ്ട്. അവരവിടെ ഒരു ബുക്കുമായി ഇരിക്കുകയാണ്. നിങ്ങൾ ഈ സൽക്കാരത്തിലേക്ക് വരികയാണ്, അപ്പോൾ ഒരു അവിടെ കൊടുത്തു. അപ്പോൾ അവരവിടെ എഴുതി JB വീട്ടുപേര് എന്ന് അവരവിടെ എഴുതി. ഇങ്ങനെ വരുന്ന ആളുകളെല്ലാം പണം കൊടുക്കേണ്ടതുണ്ട്. ഈ പണം സംഘടിപ്പിച്ചിട്ടാണ് വിവാഹത്തിന്റെ ചെലവുകൾ പല ആളുകളും നടത്തുന്നത്. വിളിച്ച ആളുകൾ എത്രത്തോളം തുക കൊടുത്തിട്ടുണ്ടോ, എത്രത്തോളം ആളുകൾ വന്നിട്ടുണ്ടോ, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വിവാഹം ഗംഭീരമായിട്ട് മാറും. അതേപോലെ തന്നെ സ്വർണത്തിന്റെ അളവ് കൂടും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, നമ്മൾ പണപ്പയറ്റിലേക്ക് ആളുകളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചും വിളിച്ച ആളുകളുടെ അടുത്തേക്ക് പോവേണ്ടതുണ്ട്. ഈ ബുക്ക് എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബുക്കിൽ ഓരോ ആളുകളുടെയും നേർക്ക് ഒരു തുക എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തുകയെങ്കിലും നമ്മൾ തിരിച്ച് അവരുടെ പരിപാടിക്ക് നൽകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊല്ലത്ത് വിവാഹങ്ങൾ എന്ന് പറയുന്നത്, ഇതുപോലെയുള്ള ഹൗസ് വാമിംഗ് എന്ന് പറയുന്നത്, ബാക്കിയുള്ള പരിപാടികൾ എന്ന് പറയുന്നത് ചെലവുകളുടെ കാര്യത്തിൽ ഒരു വലിയ ബേർഡൻ അല്ല പല ആളുകൾക്കും. എന്നാൽ സ്ഥിരമായിട്ട് ഇതുപോലെയുള്ള പരിപാടികളിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ പണവുമായിട്ട് പോകണം എന്നുള്ളത് പല ആളുകൾക്കും ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് നാട്ടുകാരുടെ ഒരു സൗഹൃദം, അതേപോലെ തന്നെ ഒരു പ്രത്യേക രസമുള്ള ഒരു കസ്റ്റം, ഒരുമ, അങ്ങനെയൊക്കെ തോന്നുമെന്നുണ്ടെങ്കിലും
ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ടതായി മനസ്സിലാക്കേണ്ടത് വിവാഹത്തിൽ ഇപ്പോഴും തുടരുന്ന ആ ഒരു സ്വർണത്തിന്റെ അതിപ്രസരം, സ്ത്രീധനത്തിന്റെ ആ ഒരു പ്രാധാന്യം ഒക്കെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിൽ ഈ ഒരു കസ്റ്റത്തിന് വലിയൊരു റോൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു സിറ്റുവേഷനെ പൊന്മാൻ എന്ന സിനിമ ചെറുതായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതൊരു സമ്പ്രദായമാണ്. ഈ ഒരു സമ്പ്രദായം നടത്തപ്പെടുന്ന സമയത്ത് ഇത് നടത്തുന്ന ആളുകൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്, വരുന്ന ആളുകൾക്ക് ന്യായമായിട്ടുള്ള ഒരു തുക നൽകും. അവർ ആ ഒരു തുകയ്ക്ക് അനുസരിച്ചിട്ടുള്ള ചില പ്ലാനുകളൊക്കെ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ടാവും. വരുന്ന ആളുകൾ അത്ര തുക നൽകിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിളിച്ച ആളുകളിൽ അധികം ആളുകളും ഇതിൽ പങ്കെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കുടുംബത്തിന്റെ, ആ ഒരു സംഘാടകരുടെ അവസ്ഥ എത്രത്തോളം ദയനീയമായിരിക്കും. അതുപോലൊരു സിറ്റുവേഷനെയാണ് സിനിമ കാട്ടിത്തരുന്നത്. സാമ്പത്തികമായി വളരെ താഴ്ന്നു നിൽക്കുന്ന കുടുംബങ്ങൾ പോലും വിവാഹത്തിന് മുന്നേ തന്നെ ഇത്ര സ്വർണം കൊടുക്കാമെന്നൊക്കെ ഇങ്ങനെ വാക്കാലെ പറയാറുണ്ട്. അവരങ്ങനെ ഒരു വാക്ക് കൊടുക്കുന്നത് ഈ സൽക്കാരവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന തുകയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അങ്ങനെ ഒരു തുക കിട്ടും, അവരിത്ര കൊടുത്തിട്ടുണ്ട്, അവരിത്ര തിരിച്ചു തരും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയാണ്, ഒരു ഹോപ്പിലാണ് ഈ പരിപാടി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് താഴ്ന്നു നിൽക്കുന്ന ആളുകളും വിവാഹത്തിന് വേണ്ടി പണം സംഘടിപ്പിച്ചിട്ട് വിവാഹം എന്ന് പറയുന്ന പരിപാടിയിലേക്ക് പലപ്പോഴും കടക്കാറില്ല. അപ്പോൾ ഈ ഒരു സൽക്കാരത്തിന് ഈ പണം, പ്രതീക്ഷിച്ച പണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം ആ ഒരു കുടുംബം നേരിടേണ്ടി വരും. സിനിമയിൽ ബേസിൽ അവതരിപ്പിക്കുന്ന പി അജേഷ് എന്ന കഥാപാത്രം ഈ സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ബിസിനസ് നടത്തുകയാണ്. ഞാൻ പറഞ്ഞിരുന്നു, സൽക്കാരങ്ങൾക്ക് ശേഷം, പണപ്പയറ്റിന് ശേഷമാണ് പണം വരുന്നത്. ഈ പണം വന്നതിന് ശേഷം മാത്രമേ സാമ്പത്തിക നിലയിൽ താഴെയുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ വിവാഹത്തിന് വേണ്ടി ചെലവാക്കാനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ വിവാഹത്തിന്റെ തലേന്ന്, ഈ സൽക്കാരത്തിന്റെ സമയത്ത് ഈ പണം ലഭിക്കുന്ന മുറയ്ക്ക് ഗോൾഡൊന്നും പോയി വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഗോൾഡ് അഡ്വാൻസ് ആയിട്ട് വീടുകളിൽ കൊടുക്കുന്ന ഒരു ബിസിനസ്സാണ് പി അജേഷിന്. അപ്പോൾ ഗോൾഡ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നു. ഈ സൽക്കാരത്തിന്റെ സമയത്ത് അദ്ദേഹം അവിടെ കൃത്യമായി പ്രസന്റ് ആയിരിക്കും. കിട്ടുന്ന തുക കഴിച്ചിട്ട് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടുകാർക്ക് കൊടുത്തിട്ട് പോകും, അല്ലെങ്കിൽ അദ്ദേഹം ഗോൾഡിന്റെ ബില്ല് സെറ്റിൽ ചെയ്തിട്ട് പോകും. ഇതാണ് സിനിമയുടെ പ്ലോട്ട്. പി അജേഷ് എന്ന ഒരേ സമയം നായകനും വില്ലനുമായിട്ട് നമുക്ക് തോന്നുന്ന ക്യാരക്ടർ, ബേസിൽ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ സ്വർണം ഇങ്ങനെ പെൺകുട്ടിക്ക് അഡ്വാൻസ് ആയി കൊടുക്കുന്നു. പക്ഷേ അതിന്റെ തുക അദ്ദേഹത്തിന് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം, സ്വർണം അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു. അത് വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഒരു പരക്കം പാച്ചിലൊക്കെയാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ ഉദ്വേഗജനകമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതിന്റെ ആ ഒരു ത്രില്ലിംഗ് മൊമെന്റുകൾക്കൊപ്പമാണ് ഈ സമ്പ്രദായങ്ങൾക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. സിനിമയുടെ അവസാനം വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ക്ലൈമാക്സ് ഉണ്ട്. ഒരു തിരിച്ചറിവ് നൽകുന്ന ഒരു മൊമെന്റ് ഒക്കെ നമുക്ക് സിനിമയിൽ കാണാനായിട്ട് സാധിക്കും. സിനിമയിലെ കഥാപാത്രങ്ങൾ, അവരുടെ പെർഫോമൻസുകൾ, അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്. ബേസിൽ ജോസഫിന്റെ പി അജേഷ് എന്ന് പറയുന്ന കഥാപാത്രം ഗംഭീരമാണ്. ആ ഒരൊറ്റ കഥാപാത്രത്തിനെ ആസ്വദിക്കാൻ വേണ്ടി ഈ ഒരു സിനിമ പോയി കണ്ടാലും നഷ്ടമൊന്നുമില്ല. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു ക്യാരക്ടറിനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ബേസിലിന്റെ കരിയറിലെ മികച്ചൊരു കഥാപാത്രമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. സജിൻ ഗോപു അവതരിപ്പിക്കുന്ന മാരിയാനോ എന്ന കഥാപാത്രമുണ്ട്. അടിപൊളി. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമുക്ക് മുന്നേ തന്നെ അറിയാം. ഈ സിനിമയിലും വളരെ രസമായിട്ട് അദ്ദേഹം ആ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലെ ഉദ്വേഗജനകമായിട്ടുള്ള മൊമെന്റുകൾ സമ്മാനിക്കുന്നത് പി അജേഷും മരിയാനോയുമാണ്. ലിജിമോൾ ജോസ് ക്യാരക്ടറിന് ആപ്റ്റായിട്ടുള്ള ഒരു നടി എന്ന് തന്നെ പറയേണ്ടി വരും. മികച്ച പെർഫോമൻസ്. ആനന്ദ് മന്മഥൻ അസ് ബ്രൂണോ. ദീപക് പറമ്പിലിന്റെ ക്യാരക്ടർ ഉണ്ടായിരുന്നു, ആസ് യൂഷ്വൽ ഗംഭീരമായിട്ടുള്ള അഭിനയം. സന്ധ്യ രാജേന്ദ്രൻ, രാജേഷ് ശർമ്മ, കിരൺ പീതാംബരൻ, അങ്ങനെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. അത്ര സെലിബ്രേറ്റഡ് ആയിട്ടുള്ള സ്റ്റാർസിന്റെ ലിസ്റ്റ് ഒന്നുമല്ല, പക്ഷെ ഗംഭീര അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള ഒത്തിരിയധികം നടീ നടന്മാർ ഈ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ നമുക്ക് ടെൻഷൻ സമ്മാനിക്കുന്നത് സിനിമയിലെ അമ്മമാരാണ്. ലിജിമോൾ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ അമ്മ, അദ്ദേഹത്തിന്റെ പേര് വിട്ടുപോയി, ഗംഭീര പെർഫോമൻസ്. അധികം ഡയലോഗുകളൊന്നുമില്ല. അദ്ദേഹത്തിന്റെ മുഖത്തെ ആ ഒരു ടെൻഷനാണ് സിനിമയിലേക്ക് നമ്മളെ പിടിച്ചിരുത്തുന്നത്. ആ ഒരു ടെൻഷൻ ത്രൂ ഔട്ട് ഒരു ഷൂട്ടിങ്ങിൽ മുഴുവനായിട്ട് വരുത്തുക എന്ന് പറയുന്നതും അതിന്റെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നതും നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് എത്ര വലുതാണെന്ന് തോന്നിപ്പോകും. അതേപോലെ തന്നെ ഈ ഒരു ടെൻഷൻ ഒരു കാരണമുണ്ടല്ലോ, അപ്പൊ ആ ഒരു കാരണത്തിന് യോജിക്കുന്ന ഒരു ഭാവം മുഖത്ത് വേണം. അത് ഒരു അസാധ്യ പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ ജ്യോതി ശങ്കർ മുന്നേ കുമ്പളങ്ങി നൈറ്റ്സിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് പ്രൊഡക്ഷൻ ഡിസൈനിങ്ങിന്റെ കാര്യത്തിൽ കുറേയധികം സമാനതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിത്രത്തിന്റെ ആ ഒരു ടോട്ടൽ പ്രദേശങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പും അതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും എല്ലാം വളരെ രസമാണ്. ഈ വെറ്റ്ലാൻഡുകളിലുള്ള സിനിമകൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക മൂഡിലുള്ള സിനിമകളാണ്. സിനിമ മാത്രം സംസാരിച്ചാൽ പോരല്ലോ, പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് തിരികെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമയിൽ പ്രതിപാദിക്കുന്ന പണപ്പയറ്റ്, അതേപോലെ തന്നെ വിവാഹത്തിലെ സ്വർണത്തിന്റെ പ്രാധാന്യം, ഇത് കൊല്ലവുമായി ബന്ധപ്പെട്ട് ഒത്തിരിയധികം കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു സംഗതിയാണ്. ആളുകൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അതുപോലെ പണപ്പയറ്റിൽ കിട്ടുന്ന പണത്തിന്റെ കാര്യത്തിലാണെങ്കിലും, സൽക്കാരത്തിൽ ആളുകൾ കൊണ്ടുവരുന്ന പണത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും, വിവാഹ സമയത്ത് പെൺകുട്ടി അണിഞ്ഞു കൊണ്ടുവരുന്ന പണത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും, സ്ത്രീധനത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വലിയ പ്രതീക്ഷകളുണ്ട്. ഈ പ്രതീക്ഷകൾക്കനുസരിച്ചിട്ടാണ് അവർ അവരുടെ ലൈഫിനെ തന്നെ ഡിസൈൻ ചെയ്യുന്നത്.
ഒരു ആൺകുട്ടി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ബിസിനസ് ഒക്കെ ആരംഭിച്ചിട്ട് ചെറിയ സാമ്പത്തിക പരിങ്ങലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വിവാഹം കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന സാഹചര്യം പോലും കൊല്ലത്തുണ്ട്. വിവാഹത്തിനോടനുബന്ധിച്ച് അവന് ഒരു തുക കിട്ടും, അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം, വീട് പണിതതിന്റെ കടം വീട്ടാം എന്നൊക്കെയുള്ള പ്ലാനുകൾ ആൺകുട്ടികൾക്കുണ്ട്. പെൺകുട്ടികളുടെ വീട്ടിൽ ഇത്ര സുഖകരമല്ല അവസ്ഥ. അവർക്ക് ഈ സൽക്കാരത്തിൽ നിന്ന് കിട്ടുന്ന പണവും അതേപോലെ തന്നെ അവർ കൂട്ടിവെച്ച പണവും ഒക്കെ ചെറുക്കൻ വീട്ടുകാരെ ഏൽപ്പിക്കേണ്ടതുണ്ട്. അവർക്ക് വലിയ ഭീമമായിട്ടുള്ള ചെലവ് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് പെൺകുട്ടികളെ വളരെ നേരത്തെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം കഴിപ്പിക്കേണ്ടതുണ്ട്. അധികം വീട്ടിലൊക്കെ നിർത്തി ബന്ധുക്കാരെ കൊണ്ടും നാട്ടുകാരെ കൊണ്ടും ഒക്കെ, നമ്മുടെ നാട്ടിൽ ഒരു പറച്ചിലുണ്ടല്ലോ, പറയിപ്പിച്ച് കഴിഞ്ഞാൽ വരുന്ന ആളുകളുടെ എണ്ണം കുറയും, വിവാഹവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന ആളുകളുടെ എണ്ണം കുറയും. അതൊക്കെ ഈ ഒരു പരിപാടിയുടെ സ്മൂത്ത് ആയിട്ടുള്ള നടത്തിപ്പിനെ ബാധിക്കും. പെൺകുട്ടികൾക്ക് പ്രായം കൂടുകയാണ്, അവർ പൊതുബോധത്തിന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പരിപാടി നടക്കത്തില്ല, ആളുകൾ സഹകരിക്കത്തില്ല. ഇതൊക്കെ ആ ഒരു മാതാപിതാക്കൾക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന സംഗതിയാണ്. കൊല്ലത്തെ മാത്രം നമ്മൾ പറയണ്ട, ഇപ്പൊ കോട്ടയത്തിന് അപ്പുറത്തോട്ട് എനിക്ക് തോന്നുന്നു കോട്ടയത്ത് പോലും ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട വലിയ കണക്കും പറച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ തെക്കോട്ട് പോകും തോറും സ്ത്രീധനത്തിന് ഇത്തിരി പ്രാധാന്യം കൂടുകയാണ്. ഈ സ്ത്രീധനം എന്ന് പറയുന്ന കാര്യത്തിൽ പുറത്തുള്ള ജില്ലക്കാർ ഇത് കേൾക്കുന്ന സമയത്ത് വിചാരിക്കും, ഇവരെന്തിനാണ് ഇങ്ങനെ പണത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നത്? ഇവർക്ക് ഇമോഷൻ ഒന്നും ഇല്ലേ? പെൺ വീട്ടുകാർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പണമല്ലേ? ആ ഒരു പണം കണക്ക് പറഞ്ഞ് ആ ഒരു പെണ്ണിന്റെ പേരിൽ വാങ്ങാനായിട്ട് അവന് നാണമില്ലേ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് വലിയ കാര്യമായിട്ടുള്ള ഇമോഷൻ ഇല്ല. കാരണം ഈ തെക്കൻ മേഖലകളിൽ ഈ വിവാഹങ്ങൾ ഇങ്ങനെയാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ കിട്ടുന്ന പണമൊക്കെ അവിടുന്ന് ഇവിടുന്നും കിട്ടുന്ന പണമാണ്, അല്ലെങ്കിൽ പണ്ട് കൊടുത്ത് തിരിച്ച് റിട്ടേൺ വരുന്നതാണ്. ഇതിനകത്ത് വലിയ എഫേർട്ട് ഇല്ല എന്നുള്ള ചിന്തയൊക്കെ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ട് തന്നുകൂടാ എന്നുള്ള ചിന്തയുണ്ട്. നിങ്ങൾക്കും കിട്ടിയിട്ടില്ലേ, അത് ഞങ്ങൾക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുക, ഞങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഞങ്ങളും കൊടുക്കുന്ന ഒരു കാര്യമല്ലേ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ എന്നുള്ളൊരു സ്റ്റാൻഡൊക്കെയാണ്. അതേപോലെ തന്നെ ഈ സ്ത്രീധനം വാങ്ങിയിട്ട് പെങ്ങളെ കെട്ടിച്ച് വിടാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ അവിടുന്ന് സ്ത്രീധനം കിട്ടിയില്ല, കറക്റ്റായിട്ടുള്ള തുക കിട്ടിയില്ല, പ്രതീക്ഷിച്ച തുക കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവർ വിവാഹം ചിലപ്പോൾ ഉറപ്പിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന സംഗതികളാണ്. അപ്പൊ ഈ ഒരു പണത്തിനും അതേപോലെ തന്നെ പണപ്പയറ്റിനും സ്വർണത്തിനും സ്ത്രീധനത്തിനും ഒക്കെ വലിയ പ്രാധാന്യമാണ് ഇത്തരത്തിലുള്ള സമ്പ്രദായങ്ങൾ ഉള്ള ആളുകൾക്കിടയിൽ. ഈ ഒരു സമ്പ്രദായങ്ങൾ ഒത്തൊരുമയുടെയും സ്നേഹത്തിന്റെയൊക്കെ പ്രതീകമാണ് എന്ന് പറയുമ്പോഴും ഈ ഒരു സമ്പ്രദായങ്ങൾ കാരണം നിലനിന്ന് പോകുന്ന ചില മോശം പ്രാക്ടീസുകളുണ്ട്. അതാണ് സ്ത്രീധനവും ഈ സ്വർണത്തിന്റെ പ്രാധാന്യവും കാര്യങ്ങളൊക്കെ. സിനിമ സംസാരിക്കുന്നത് ഈ സമ്പ്രദായങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ്. അതുമായി ബന്ധപ്പെട്ട പ്രമേയമാണ് സിനിമയ്ക്കുള്ളത്. വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രമേയം, ആളുകൾക്ക് ഒരു തിരിച്ചറിവ് നൽകുന്ന ഒരു സിനിമ തന്നെയായിട്ടാണ് എനിക്ക് ഇതിനെ പേഴ്സണലി തോന്നിയത്. സിനിമ മെസ്സേജ് കൊടുക്കണ്ട എന്നൊക്കെ കുറേയധികം പുതിയ കാല ഇന്റലക്ച്വൽസ് സിനിമയെക്കുറിച്ച് പറയുമെന്നുണ്ടെങ്കിലും മെസ്സേജ് കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. റോങ് മെസ്സേജ് ഒന്നും കൊടുക്കാതിരുന്നാൽ മതി. ഇപ്പോൾ ഈ സിനിമ നല്ലൊരു മെസ്സേജ് നൽകുന്ന ഒരു സിനിമയാണ്, നല്ലൊരു കലാമൂല്യമുള്ള സിനിമയാണ്. ഈ സിനിമയിൽ പറയുന്ന കാര്യം വെച്ചോ ഞാൻ പറയുന്ന കാര്യം വെച്ചിട്ടോ ഒരു ജില്ലയെ അപമാനിക്കാൻ പോയി കഴിഞ്ഞാൽ ഓരോ ജില്ലയിലും വളരെ മോശമായിട്ടുള്ള ഓരോ പ്രാക്ടീസുകളുണ്ട്. ഇപ്പോൾ തെക്ക് ഇങ്ങനെയുള്ളൊരു പ്രാക്ടീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വടക്ക് പണ്ട് ശൈശവ വിവാഹങ്ങൾ കാര്യമായി തന്നെ ഉണ്ടായിരുന്നു. അത് ചില മേഖലകളിൽ തുടരാൻ പറ്റാത്തതിന്റെ വിഷമം വടക്കുള്ള ചില ആളുകൾക്കുണ്ട്, ചില ജില്ലക്കാർക്കുണ്ട്. ഇവിടെ സമൂഹത്തിനാണ്, ആളുകൾക്കാണ്, നാട്ടിലെ പ്രമാണിമാർക്കാണ്, പൈസയ്ക്കാണ് പ്രാധാന്യം എന്നുണ്ടെങ്കിൽ വടക്കോട്ടേക്ക് പോകുന്ന സമയത്ത് മതങ്ങൾക്കും ആചാരങ്ങൾക്കും കൂടുതൽ പ്രാധാന്യമുണ്ട്. ഇവിടെ പണത്തിനനുസരിച്ചിട്ട് ആചാരങ്ങൾ ഒന്ന് കസ്റ്റമൈസ് ചെയ്യുമെന്നുണ്ടെങ്കിൽ അവിടെ പണം വെച്ചിട്ട് തന്നെ ആചാരങ്ങൾ കുറച്ച് കടുപ്പമുള്ളതാക്കി മാറ്റും. ഓരോ ജില്ലകളിലും വളരെ മോശമായിട്ട് തുടരുന്ന ചില രീതികളുണ്ട്. ഞാനിത് പറഞ്ഞു നിർത്തുകയാണ്. പ്രദേശമോ ജില്ലയോ അല്ല പ്രശ്നം, വ്യക്തികളാണ് പ്രശ്നം. അതെല്ലായിടത്തും അങ്ങനെയുള്ള വ്യക്തികളുണ്ട്. എല്ലായിടത്തും ഓരോരോ രീതികൾ, സമ്പ്രദായങ്ങൾ തുടരാനായിട്ട് ആളുകളെ നിർബന്ധിക്കുന്ന, അവരെ ഫോഴ്സ് ചെയ്യുന്ന ചില അമ്മാവന്മാരുണ്ട്, ചില അമ്മായിമാരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.